സിനിമയ്ക്ക് ടൈറ്റിലായി സ്ഥലപ്പേരുകൾ ഉപയോഗിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെയോ സിറ്റിയുടെയോ കഥയാണെങ്കിൽ ഉറപ്പായും ആ പേര് തന്നെയായിരിക്കും ടൈറ്റിലായി എത്തുക. അത്തരത്തിൽ സ്ഥലപ്പേരുകൾ കൂടുതലായും സിനിമയ്ക്ക് ടൈറ്റിലായി ഉപയോഗിച്ചിരിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ എറണാകുളം ജില്ലയാണ്. കമ്മട്ടിപ്പാടം മുതൽ ഒടുവിൽ പുറത്തെത്തിയ മഞ്ഞുമൽ ബോയ്സും എറണാകുളം ജില്ലയുടെ ഓൺ പ്രൊഡക്റ്റുകളാണ്. കമ്മട്ടിപ്പാടം കൊച്ചി പുതിയ കൊച്ചിയായത് എങ്ങനെയാണ്? അതിനുള്ള ഉത്തരമായിരുന്നു ദുൽഖർ സൽമാനെ നായകനാക്കി രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം. കൊച്ചി ഒരു സിറ്റിയായി വളർന്നപ്പോൾ പിന്തള്ളപ്പെട്ട മനുഷ്യരുടെ കഥയായിരുന്നു ചിത്രത്തിലുടനീളം പറഞ്ഞു വെച്ചത്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്ന പ്രദേശത്തിന്റെ പേരാണ് സത്യത്തിൽ കമ്മട്ടിപ്പാടം എന്നത്. പുതിയ തലമുറയ്ക്ക് അതേക്കുറിച്ച് അറിയില്ലെങ്കിലും പഴയ തലമുറയ്ക്ക് കൃത്യമായി അതറിയാം. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലക്കാരുടെ ഹൃദയസ്പന്ദനത്തെ തൊട്ടറിയാൻ കമ്മട്ടിപ്പാടം എന്ന സിനിമയ്ക്കായിരുന്നു. അടുത്തതായി അങ്കമാലി ഡയറീസ്. 86 പുതുമുഖങ്ങളെ അണിനിരത്തി എറണാകുളം ജില്ലയിലെ അങ്കമാലി എന്ന പ്രദേശത്തിന്റെ കഥ പറഞ്ഞ ചിത്രമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസ്. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ LGP മാജിക് ആയിരുന്നു 2017 പുറത്തിറങ്ങിയ ഈ ചിത്രം. അങ്കമാലിക്കാരുടെ സംസാര ഭാഷ, അതുപോലെ ഭക്ഷണം, മ്യൂസിക്, കൾച്ചർ ഇവയെല്ലാം കൃത്യമായി സിനിമയിൽ പ്രതിപാദിച്ചിരുന്നു. സിനിമ കണ്ട ഓരോരുത്തർക്കും അങ്കമാലി വരെ പോയ ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ചോരത്തിളപ്പിന്റെ പുറത്ത് എടുത്തുചാടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയായിരുന്നു ചിത്രം പറഞ്ഞു വെച്ചത്. അവിടെയുള്ള പള്ളിപ്പെരുന്നാളും അതുപോലെ ഭക്ഷണമായ പോർക്കും കൂട്ടത്തല്ലുമൊക്കെ അന്നാണ് പ്രേക്ഷകർ അറിയുന്നത് തന്നെ. കുമ്പളങ്ങി നൈറ്റ്സ്. ഈ ഒരൊറ്റ സിനിമയിലൂടെയാണ് സത്യത്തിൽ എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി എന്ന സ്ഥലം ഇത്രയും ജനശ്രദ്ധ നേടിയത്. കുമ്പളങ്ങി എന്ന സ്ഥലത്തെ 4 സഹോദരങ്ങളുടെ ജീവിതകഥ പറഞ്ഞ ചിത്രമായിരുന്നു ഇത്. ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെയായിരുന്നു സിനിമയിൽ പ്രതിപാദിച്ചിരുന്നത്. 2019 മധു C. നാരായണന്റെ സംവിധാനത്തിൽ വലിയ ഹൈപ്പുകളൊന്നുമില്ലാതെ എത്തിയ ഈ സിനിമ തിയേറ്ററുകളിൽ സർപ്രൈസ് ഹിറ്റായി മാറിയിരുന്നു. കുമ്പളങ്ങി എന്ന സ്ഥലത്തിന്റെ പ്രകൃതി രമണീയത കൃത്യമായി വരച്ചുകാട്ടിയ ചിത്രം കൊച്ചിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. റിയലിസ്റ്റിക് രീതിയിലുള്ള അവതരണം കൊണ്ടും കഥാപാത്രങ്ങളുടെ പ്രകടനം കൊണ്ടുമായിരുന്നു കുമ്പളങ്ങിക്കാർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഒടുവിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സും എറണാകുളം ജില്ലക്കാർക്ക് സന്തോഷിക്കാനുള്ള വക തന്നെയാണ്. മഞ്ഞുമൽ എന്ന പ്രദേശത്തെക്കുറിച്ചല്ലെങ്കിലും സിനിമയുടെ പേരിലൂടെ സ്ഥലം ഇന്ന് ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. കൊച്ചിയോടും കളമശ്ശേരിയോടും തൊട്ടുകിടക്കുന്ന പ്രദേശത്തെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ വഴി മഞ്ഞുമൽ എന്ന പ്രദേശം ഇന്ന് അന്യഭാഷയിൽ വരെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. മഞ്ഞുമലിലെ പിള്ളേരെന്ന് പറയുമ്പോൾ മഞ്ഞുമൽക്കാർക്ക് ഇന്ന് അഭിമാനിക്കാനുള്ള വകയുണ്ട്. സത്യത്തിൽ സിനിമയിലൂടെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ എല്ലാം തന്നെ കൂടുതൽ ജനശ്രദ്ധ നേടിയത്. പ്രാദേശിക സ്ഥലപ്പേരുകൾ സിനിമയാകുമ്പോൾ ആ പ്രദേശത്തെ സംസ്കാരവും ജീവിതവുമെല്ലാം അതിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെ പ്രാദേശിക പേരുകളുള്ള സിനിമകൾ കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.